നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ ഒരു മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ചെയ്തിരുന്നു, കാട്ടാക്കട. ഇന്ന് അതിനടുത്തുള്ള അരുവിക്കര നിയോജക മണ്ഡലത്തിൻ്റെ ചില സാധ്യതകളും സ്ഥാനാർത്ഥി ലിസ്റ്റുമൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. RSP സ്ഥിരമായി, അതായത് LDF ഉണ്ടായിരുന്ന കാലത്ത് RSP ഇപ്പോൾ അവർ RSP UDF പ്രേമേന്ദ്രനും ഷിബു ബേബുജനൊക്കെ UDF ELF ഉണ്ടായിരുന്ന സ്ഥാനത്ത് സ്ഥിരമായി RSP മത്സരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. അമ്പലത്തറ ശ്രീധരൻ നായർ അടക്കമുള്ള ആളുകൾ മത്സരിക്കുന്നൊരു മണ്ഡലമായിരുന്നു. RSPക്കുള്ള മണ്ഡലമായിരുന്നു അരുവിക്കര. എന്നാൽ ആ മണ്ഡലം കാർത്തികേയനിലൂടെ LDFിലേക്ക് പലപ്പോഴും LDF ജയിച്ചിരുന്നൊരു മണ്ഡലം വർക്കലയിലുള്ള കാർത്തികേയൻ, പിന്നീട് അദ്ദേഹം സ്പീക്കറൊക്കെ വന്ന കാർത്തികേയനിലൂടെ കോൺഗ്രസിൻ്റെ ഏറ്റവും വളരെ സംശുദ്ധനായ ഈ PT തോമസിൻ്റെയൊക്കെ ലൈനിൽ പറയാൻ പറ്റുന്ന വലിയ സംശുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, വളരെ പ്രമുഖനായിരുന്നു കാർത്തികേയൻ. അപ്പോൾ കാർത്തികേയൻ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു. കാർത്തികേയൻ്റെ പെട്ടെന്നുള്ള മരണത്തിൻ്റെ ഭാഗമായി മകനായ KS ശബരിനാഥ്, അന്ന് ബോംബെയിൽ അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സോഷ്യൽ റെസ്പോൺസ് സ്കീമിൻ്റെ കോപ്പറേറ്റ് റെസ്പോൺസ് സ്കീമിൻ്റെയൊക്കെ ആളായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ശബരിനാഥ് വന്നു. ആ ബൈ ഇലക്ഷനിൽ ശബരിനാഥ് റഷീദ് എന്ന് പറയുന്ന ആളിനെ തോൽപ്പിച്ചു CPMൽ. അത് കഴിഞ്ഞ് M വിജയകുമാറിനെ തോൽപ്പിച്ചു. അടുത്ത വർഷം M വിജയകുമാർ നേരത്തെ MLA മന്ത്രിയുമായിരുന്ന ആളാണ്. പക്ഷേ ആ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മത്സരിച്ച് ഇന്നത്തെ വട്ടിയൂർക്കാവായ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് മന്ത്രിയായ ആളാണ് M വിജയകുമാർ. പക്ഷേ M വിജയകുമാർ നിന്നിട്ടും തോറ്റുപോയി. പക്ഷേ അതിനെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ സ്റ്റീഫൻ, കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന സ്റ്റീഫനാണ് അവിടെ ജയിച്ചത്. നല്ല വോട്ടിന് ജയിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്രാവശ്യം സ്റ്റീഫൻ തന്നെ ആയിരിക്കാനാണ് LDFനെ സംബന്ധിച്ച്, കാരണം അദ്ദേഹം ഒരു പ്രാവശ്യം ആയിട്ടുള്ളൂ, അദ്ദേഹം സ്റ്റീഫൻ തന്നെയാണ് ആയിരിക്കാൻ സാധ്യത വളരെ കൂടുതൽ. ഇനി സ്റ്റീഫൻ നേരെ കാട്ടാക്കടയ്ക്ക് മാറുകയാണെങ്കിൽ സുനിൽകുമാർ എന്ന് പറയുന്ന വലിയൊരു നേതാവ് അരുവിക്കര പഞ്ചായത്തിലുണ്ട്. അദ്ദേഹം CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ജില്ലയിലെ വലിയ നേതാവാണ് സുനിൽകുമാർ. അപ്പോൾ ആ സുനിൽകുമാർ കരകൗശല കോർപ്പറേഷൻ്റെ MD ചെയർമാനാണ്. അപ്പോൾ ആ സുനിൽകുമാർ മത്സരിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. VK മധു CPMൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. VK മധു മത്സരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പിന്നെ അമ്പിളിയുണ്ട്, വനിതകൾക്കാണ് സീറ്റ് കൊടുക്കുന്നെങ്കിൽ ഒരു അമ്പിളി, പഴയ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന ഒരു അമ്പിളിയുണ്ട്. അങ്ങനെ പല പേരുകളും LDFൽ നിൽക്കുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം 2-3 പേരുകളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പേരെന്ന് പറയുന്നത് MM ഹസൻ അവിടെ മത്സരിച്ചാൽ എങ്ങനെയിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഹസൻ അനുകൂലമായ ചില ഘടകങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജാതിമത ഇക്വേഷൻ പറയാം. അല്ലെങ്കിൽ ശക്തൻ മത്സരിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. കാര്യം ശക്തൻ മത്സരിക്കണം എന്ന് പറയാൻ കാരണം, ശക്തൻ കാട്ടാക്കടയിലാണ്, പൂജപ്പുരയാണ് താമസം. കാട്ടാക്കട നേരത്തെ നിയോജകമണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. പിന്നെ അത് പോയിട്ട് അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. മാത്രമല്ല നാടാർ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ഉള്ള സ്ഥലമാണ് അരുവിക്കര നിയോജകമണ്ഡലം. അതുകൊണ്ടാണ് സ്റ്റീഫന് ജയിക്കാനും പറ്റിയത്. പിന്നെ അരുവിക്കര വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് നായർ കമ്മ്യൂണിറ്റിക്ക് വലിയ മുൻതൂക്കമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ നേരത്തെ സ്ഥിരമായത് കോൺഗ്രസ് പഞ്ചായത്താണ്. പക്ഷേ വെള്ളനാട് ശശിയെ വെള്ളനാട് ശശി എങ്ങോട്ട് നിൽക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു പഞ്ചായത്ത് കൂടെയാണ്. ഇപ്പോൾ വെള്ളനാട് ശശി LDFൽ നിൽക്കുന്നത് കൊണ്ട് LDFാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. അതുപോലെ ഉഴമലക്കൽ പഞ്ചായത്തുണ്ട്, അതുപോലെ തന്നെ പൂവച്ചൽ പഞ്ചായത്തുണ്ട്, പിന്നെ കുറ്റിച്ചൽ പഞ്ചായത്തുണ്ട്, ആര്യനാട് പഞ്ചായത്ത് പരമ്പരാഗതമായി LDF പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അത് പഞ്ചായത്ത് UDF പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തൊളിക്കോട് പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത, മഹാഭൂരിപക്ഷം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് തൊളിക്കോട് പഞ്ചായത്തുണ്ട്. അരുവിക്കര പഞ്ചായത്തിൽ ഒരു ഹിന്ദു മെജോറിറ്റി ഉണ്ട്. ഞാനീ പറഞ്ഞ കുറച്ച് സ്ഥലം പിന്നെ നാടാർ കമ്മ്യൂണിറ്റിക്കും ഒരു സ്ഥലമുണ്ട്, കുറച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ് അരുവിക്കര ഗ്രാമപഞ്ചായത്ത്. വിതുര ഗ്രാമപഞ്ചായത്തിൽ വിവിധ മത സംഘടനകൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കുറേ ഉള്ളൊരു സ്ഥലമാണ് വിതുര. അങ്ങനെ വിതുര, തൊളിക്കോട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ആര്യനാട്, കുറ്റിച്ചൽ, അരുവിക്കര ഗ്രാമപഞ്ചായത്ത്, വെള്ളനാട് പഞ്ചായത്ത്, ഇതെല്ലാം ചേരുന്ന ഒരു മലയോര നിയമസഭാ മണ്ഡലമാണ്. നമുക്ക് നേരെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, നെടുമങ്ങാട് മണ്ഡലത്തിലേക്ക് പോകും. ബാക്കിയുള്ളൊരു മലയോര മണ്ഡലമാണ് ഈ അരുവിക്കര നിയോജകമണ്ഡലം. അവിടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് കുടിവെള്ളം കൊടുക്കുന്ന ഡാം
സ്ഥിതി ചെയ്യുന്നത് അരുവിക്കരയിലെ നദിയിലാണ്. അരുവിക്കരയിലെ കൂടെ പോകുന്ന നദിയിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വലിയ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അരുവിക്കര. സ്റ്റീഫൻ തന്നെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ സ്റ്റീഫൻ അവിടെ ജനപ്രിയനാണ്. അദ്ദേഹത്തിന് വേറെ അഴിമതി മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടില്ല. അദ്ദേഹം വളരെ സിമ്പിളായ ഒരു MLA ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു MLA ആണത്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. പക്ഷേ അതേസമയം ശക്തൻ മത്സരിക്കുകയാണെങ്കിൽ വലിയ ഒരു തേരോട്ടം അവിടെ ഉണ്ടാക്കാൻ കഴിയും. കാരണം അദ്ദേഹം DCCയുടെ പ്രസിഡന്റ് കൂടിയാണ്, ഇൻചാർജ് പ്രസിഡൻ്റാണിപ്പോൾ. മാത്രമല്ല നേരത്തെ നല്ല മത്സരം കാഴ്ചവെക്കുന്ന ഒരാളാണ്. കാട്ടാക്കടയിൽ അതിശക്തമായ മത്സരം കാഴ്ചവെച്ച് എന്നിട്ടാണ് പിന്നെ നമ്മുടെ IB സതീഷിനോട് തോറ്റത്. അതുകൊണ്ട് ശക്തൻ എന്ന് പറയുന്നത് ആൾ ശക്തൻ തന്നെയാണ്. കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതുകൊണ്ട് ശക്തൻ അവിടെ മത്സരിക്കുമോ? ഇനി മറ്റൊരു വാക്ക് കേൾക്കുന്നത് ശക്തനെ നെയ്യാറ്റിൻകരയിൽ മത്സരിപ്പിക്കാനും ഒരു കാര്യം. കാട്ടാക്കട ഇപ്പോഴും മലയങ്കിഴ് വേണുഗോപാലിന് തന്നെയാണ് കൊടുക്കാനാണ് സാധ്യത കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ ശക്തൻ പോകുന്നത് നെയ്യാറ്റിൻകരയിലായിരിക്കുമോ അതോ അരുവിക്കരയിലായിരിക്കുമോ? അരുവിക്കരയിലാണെങ്കിൽ MM ഹസൻ്റെ പേരും കിടപ്പുണ്ട്. MM ഹസൻ കിട്ടുമെന്ന് പറയുന്നതിൻ്റെ ഒരു ന്യായം, നേരത്തെ റഷീദിന് LDF കൊടുത്തിരുന്നു. ഇതിൻ്റെ പിന്നിലും ഹസനും ആലോചിക്കുന്നൊരു ന്യായം, തൊളിക്കോട് പ്രദേശത്തെ അതുപോലെ തന്നെ പിന്നെ പൂവച്ചൽ പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിലും തൊളിക്കോട് പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ആര്യനാട് പഞ്ചായത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, ഇവിടെയൊക്കെ വലിയ തോതിൽ മുസ്ലിം ബെൽറ്റ് ആണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു കാൻഡിഡേറ്റിനെ നിർത്തിയാൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങളുടെ കാൻഡിഡേറ്റും പ്ലസ് കോൺഗ്രസിൻ്റെ വോട്ടും കൂടെ നേടിയാൽ ഹസന് ജയിക്കാൻ പറ്റും. നാടാർ കമ്മ്യൂണിറ്റിയുടെ വോട്ടും കോൺഗ്രസിൻ്റെ വോട്ടും കൂടെ നേടിയാൽ പിന്നെ ശക്തന് ജയിക്കാൻ പറ്റും. ഇതാണ് അവിടുത്തെ ഒരു ഇക്വേഷൻ. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP അവിടെ രാജസേനൻ നേരത്തെ ഉണ്ടായിരുന്ന സിനിമാ സംവിധായകൻ രാജസേനൻ മത്സരിച്ചാണ്. പക്ഷേ രാജസേനൻ ഇപ്പോൾ CPMലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് രാജസേനൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി രാജസേനനെ പിടിച്ച് CPM നിർത്തുമെന്നും അറിയത്തില്ല. പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ്. രാജസേനൻ നിൽക്കാൻ വളരെ സാധ്യത കുറവാണ്. എന്തായാലും BJPക്ക് ആരാണെന്ന് തീരുമാനം വരുന്നതേ ഉള്ളൂ. അത് വളരെയധികം ആളുകൾ BJPനകത്ത് നേതാക്കളായിട്ട് നിൽപ്പുണ്ട്. ശിവൻകുട്ടി എന്ന് പറഞ്ഞൊരു നേതാവ് നേരത്തെ അവിടെ വളരെ സജീവമായിട്ട് തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അപ്പോൾ ശിവൻകുട്ടി ആയിരിക്കുമോ അതോ ഇനി ആരാണെന്ന് അറിയില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 പേരുകളിലാണ് നിൽക്കുന്നത്. ഒന്ന് ശക്തനും മറ്റൊന്ന് MM ഹസനും. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 5ഓളം പേരുകൾ നിൽക്കുന്നുണ്ട്. ഇതിലാരാണ് സംഭവിക്കുകയെന്നറിയില്ല. എന്തായാലും അരുവിക്കര മണ്ഡലം UDFനെയും ജയിപ്പിച്ചിട്ടുണ്ട്, LDFനെയും ജയിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇപ്രാവശ്യം ആരെയാണ് ജയിപ്പിക്കുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിലെ വിശകലനത്തിലൂടെ മനസ്സിലാക്കാം.